ദീർഘകാലം ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് തിരികെ എത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് വാഗമണിലേക്ക് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. അതും ബുള്ളറ്റിലാണ് യാത്ര നടത്തുന്നത്. പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യഭംഗികൾ കാണുവാൻ നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വാഗമണ് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തേക്കാണ്. കാരണം പ്രകൃതിയുടെ അത്രമാത്രം മനോഹാരിത, കുന്നുകളും മലകളും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹാരിത, മറ്റൊരു സ്ഥലത്തിന് അവകാശപ്പെടുവാനല്ലാത്ത രീതിയിലുള്ള മനോഹാരിത ഈ ഒരു സ്ഥലത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ധാരാളം ടൂറിസ്റ്റുകള്, വിനോദസഞ്ചാരികള് വാഗമൺ തേടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ കേരളത്തില് ഇവിടെ തൊട്ടടുത്തുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. ഞാൻ ദീർഘകാലം ഗുജറാത്തിലായതുകൊണ്ടും ഇതിന്റെ മനോഹാരിതയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ഥലം എത്രമാത്രം മനോഹരമാണ് എന്നുള്ള കാര്യം എടുത്തു പറയുവാനുള്ള കാരണം അത്രമാത്രം മനോഹരമായ പച്ചപ്പുകളും മലനിരകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി ഒരുക്കിയ മനോഹാരിതയാണ് വാഗമണ്ണിന് സ്വന്തമായിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവർക്കാണ് ഈ ഒരു സ്ഥലത്തിന്റെ വലിയൊരു മനോഹാരിതയും പ്രത്യേകതയും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ സാധിക്കുക. ഞങ്ങൾ ഇടയ്ക്ക് കണ്ട ഒരു വഴിക്ക് അവിടെ ധാരാളം ആളുകള് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുവാൻ വേണ്ടി, ഫോട്ടോ എടുക്കുവാൻ വേണ്ടി നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാഹനം സൈഡിലേക്ക് പാർക്ക് ചെയ്യുകയും ഈ ഒരു സ്ഥലം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തത്. ഈ റോഡിന്റെ താഴ്വാരങ്ങളിലാണ് മനോഹരമായ നേരത്തെ കണ്ട ദൃശ്യഭാഗങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഒരു വലിയ വളവിന്റെ ഭാഗത്താണ് ഈ ഒരു സ്ഥലം നിലകൊള്ളുന്നത്. ചുറ്റുപാടും ധാരാളം കടകളൊക്കെ ഉണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ചെറിയ കടകളൊക്കെ, ചെറിയ പലഹാര ഐസ്ക്രീം കടകളൊക്കെ നിലകൊള്ളുന്നത്. ഏതായാലും നല്ല ഒരു പ്രകൃതി അനുഗ്രഹിച്ച നൽകിയ ഒരു അനുഭവമായിരുന്നു.